ഇനി പറയാനുള്ളതും അല്പം കടുപ്പം പിടിച്ചൊരു കാര്യമാണ്. സംസ്ഥാനത്ത് പച്ചക്കറിക്ക് തീ വിലയാണ്. തക്കാളിക്കും ബീൻസിനും പയറിനും പാവയ്ക്കുമൊക്കെ കിലോ വില 100 കടന്നിട്ടുണ്ട്. പല ഇനങ്ങളും ഇപ്പോൾ ചന്തയിലൊന്നും കിട്ടാനുമില്ല. തമിഴ്നാട്ടിലെ കടുത്ത ചൂടും വേനൽ മഴ നേരത്തെ എത്തിയതുമാണ് ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണം എന്നാണ് വ്യാപാരികൾ പറയുന്നത്. സംസ്ഥാനത്ത് 2 മാസത്തിനിടെ റെക്കോർഡ് വർധനയാണ് പച്ചക്കറി വിപണിയിൽ. 20-30 രൂപ വിലയുണ്ടായിരുന്ന പല പച്ചക്കറികൾക്കും 100 കടന്നു. ഏപ്രിൽ മാസം 31 രൂപയായിരുന്ന തക്കാളിക്ക് ഇന്നത്തെ വില 100 രൂപയാണ്. പച്ചമുളക് 35 രൂപയിൽ നിന്ന് 3 ഇരട്ടി വർദ്ധിച്ച് 150 രൂപയായി. പിന്നീട് 65 രൂപയിലേക്ക് എത്തിയത് കുറച്ച് ആശ്വാസമായി. വെണ്ട 15-ൽ നിന്ന് 40 പയറിൻ്റെ വില 130 രൂപയിലേക്ക് കുതിച്ചുയർന്നു. പാവയ്ക്ക 130, ബീൻസ് 140, അങ്ങനെ പോകുന്നു വില വിവരം. ഇപ്പോഴത്തെ ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ വില എല്ലാത്തിനും വില കൂടുതലല്ലേ? 10 രൂപ 20 രൂപ. ബീൻസിന് വില കൂടുതലാണ്. ബീൻസ് 140 രൂപ വിലയാണ്. ഇഞ്ചി 160 രൂപ വിലയാണ്. എല്ലാ സാധനം വില, ഒരു സാധനം വില കുറയുമ്പോൾ ഒരു സാധനം വില കൂടും. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തുന്ന പച്ചക്കറികളുടെ അളവ് കുറഞ്ഞതാണ് ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണം. 10 ചാക്ക് സാധനം ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 3 ചാക്കായിരിക്കും. അത്രയ്ക്കും അവിടെ അവർക്കും ഷോർട്ടാണ്. ഇപ്പം ഒരുമാതിരി വിഷ മഴയാണ് ഇത് പെയ്യുന്നത്. പെയ്ത ഉടനെ കംപ്ലീറ്റ് ഇല പഴുത്ത് തൊഴിയാണ്. കാവലമില്ല. പൂവുണ്ടെങ്കിലല്ലേ കായ്ക്കുള്ളൂ. പൂവില്ല. 2 മാസം കഴിയുമ്പോൾ ഇഷ്ടം പോലെ സാധനമാകും. അപ്പോഴും 40 രൂപ 50 രൂപ 60 രൂപയ്ക്ക് ഇനി ഓണക്കൃഷി ഇടണം. ഓണവിപണി സജീവമാകുന്നതോടെ വില കുറഞ്ഞേക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാരും നാട്ടുകാരും. തമിഴ്നാട്ടിൽ മഴ തുടർന്നാൽ വില ഇനിയും കൂടും. ഓണവിപണി ലക്ഷ്യം വെച്ചുള്ള തമിഴ്നാട്ടിലെ കൃഷി നന്നായി നടന്നാൽ ആശ്വാസമാകുമെന്നാണ് കണക്കുകൂട്ടൽ. തക്കാളി, പച്ചമുളക്, അങ്ങനെ മലയാളികളുടെ നിത്യോപയോഗ പച്ചക്കറികൾക്കെല്ലാം പൊള്ളുന്ന വിലയാണ്. ഈ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ മലയാളിയുടെ സാമ്പത്തിക കണക്കൂട്ടലൊക്കെ അവതാളത്തിലാവും. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു കരുവാരകുണ്ട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.